ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്നിട്ടുള്ള IPL മിനി ഓപ്ഷനിൽ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ജോഷ് ഇംഗ്ലിൻസിനെ LSG സ്വന്തമാക്കുന്നത് 8.6 കോടി രൂപ മുടക്കിയിട്ടാണ്. അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങിത്തിരിയുന്നൊരു കാര്യമാണ് ഇതൊരു വേസ്റ്റ് ബൈ ആയോ എന്നുള്ളത്. കൊണ്ടൊന്നുമല്ല, കാരണം ലാസ്റ്റ് സീസണിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടിയിട്ട് മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ളൊരു താരമാണ്. കാരണം 30-കാരനായിട്ടുള്ള താരം ലാസ്റ്റ് സീസണിൽ പഞ്ചാബ് കിങ്സിനെ ഫൈനലിൽ എത്തുന്നതിലൊരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 11 മത്സരങ്ങളിൽ നിന്ന് 278 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് 30.88ഉം സ്ട്രൈക്ക് റേറ്റ് 162.5ഉമാണ്. അപ്പം നോക്കുമ്പം പ്രറ്റി ഗുഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ്. അദ്ദേഹം ഓൾറെഡി തന്നെ ആ ഒരു അവൈലബിലിറ്റി അറിയിച്ചതാണ്. IPL അദ്ദേഹത്തിൻ്റെ 25% മത്സരങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാകുമോ എന്നുള്ളത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു എമൗണ്ട് LSG സ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇതൊരു മോശം ബൈ ആയിപ്പോയോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് എമൗണ്ടിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പം 25% എന്ന് പറയുമ്പം ഒരു പക്ഷേ എമൗണ്ട് മാത്രം തന്നെയൊക്കെ കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ അത്രയും വലിയൊരു എമൗണ്ട് LSGയുടെ പേഴ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നിക്കോളാസ് പൂറിനാണെങ്കിലും ഋഷഭ് പന്തിനെ പോലത്തെ വിക്കറ്റ് കീപ്പേഴ്സ് ഓൾറെഡി അവരുടെ ടീമിലുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അദ്ദേഹം ഒരു നല്ല പ്ലെയറാണ്, ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ചില കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെയാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നത്. ഓൾസോ അദ്ദേഹം ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണ്. അവിടെയും പ്ലേയേഴ്സൊക്കെ ഉണ്ട്, വിദേശ താരങ്ങളൊക്കെ അടക്കമുണ്ട്. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായിരുന്നല്ലോ പരിഹരിക്കപ്പെടേണ്ടത് എന്ന് പറയുന്ന ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സും അതുപോലെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി അദ്ദേഹം മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് LSG അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും വലിയൊരു തുക മുടക്കി ഇങ്ങനത്തെ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത്. പഞ്ചാബ് കിങ്സും ഇദ്ദേഹത്തെ വിട്ടുകൊടുക്കാനുണ്ടായിട്ടുള്ളൊരു കാരണം ഇത്രയും ഒരു മികച്ച താരമായിരുന്നിട്ട് കൂടി വിട്ടുകൊടുക്കാൻ ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഈ ഒരു അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ സാഹചര്യത്തിലാണ് LSG താരത്തെ സ്വന്തമാക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായിട്ടുള്ള കാമറൂൺ ഗ്രീന് വേണ്ടി 25 കോടി 20 ലക്ഷം രൂപയാണ് KKR മുടക്കിയിരിക്കുന്നത്. അത് ഏറ്റവും വലിയ ഒരു എമൗണ്ട് തന്നെയാണ് ഒരു വിദേശ താരത്തിന് വേണ്ടിയിട്ട് മുടക്കുന്നത്. പക്ഷേ ഈ ഒരു മിനി ഓപ്ഷനിലൊരു റൂൾ ഉണ്ടായിരുന്നു, വിദേശ താരങ്ങൾക്ക് വേണ്ടി മാക്സിമം ചിലവാക്കാൻ കഴിയുന്നൊരു തുക 18 കോടിയാണ് എന്നുള്ളത്. പക്ഷേ ഓപ്ഷനിൽ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ചിലവഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു താരത്തെ ബിഡ് ചെയ്ത് പ്ലെയറെ സ്വന്തമാക്കാനൊക്കെ പറ്റും. പക്ഷേ അത് പേഴ്സിൽ നിന്ന് കുറയുകയും അതുപോലെ തന്നെ ബാക്കി വരുന്ന എമൗണ്ട്, അതായത് ഏതാണ്ട് 7 കോടി 20 ലക്ഷം രൂപ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് BCCIക്ക് കിട്ടും എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതും കൂടി സംസാരിക്കേണ്ടതുണ്ട്. വലിയൊരു എമൗണ്ട് കിട്ടി, പക്ഷേ 18 കോടി മാത്രമാണ് കാമറൂൺ ഗ്രീന് കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് മിഷൻ സൈനിങ് ഓഫ്.